ഭാഗ്യം ലോട്ടറിയുടെ രൂപത്തിൽ കടന്നു വരുന്ന കഥയാണ് ലോട്ടറി എന്ന ഏകാംഗ നാടകത്തിലൂടെ യശശരീരനായ ശ്രീ NN പിള്ള പറയുന്നത്. ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോയ ഉറ്റവരും ഉടയവരുമെല്ലാം ഒരു സൗഭാഗ്യം വന്നു ചേരുന്ന സമയത്ത് സ്വന്തം കാര്യം നേടാൻ വന്നു ചേരുന്ന കപടമായ സ്നേഹപ്രകടനത്തിൻ്റെ നേർക്കാഴ്ച. പണമില്ലാത്തവൻ പിണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു ഹ്രസ്വ നാടകം. നാടകരചന ശ്രീ NN പിള്ള, സംവിധാനം ശ്രീ MKK പോറ്റി, അഭിനയിക്കുന്നവർ ശ്രീ MKK പോറ്റി, ഗായത്രി കൃഷ്ണൻ, രാമചന്ദ്രൻ, KS പത്മനാഭൻ, VD ജോസഫ്. നാടകം ആരംഭിക്കുന്നു. ഞാൻ ഈ ഒച്ച എടുത്തിട്ടൊന്നും കേട്ടില്ലേ? കേട്ടു. ഇനിയിപ്പോ പുതിയ പര്യായം വല്ലതും വിളിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഈ വർഗീസ് പുണ്യാളോ എന്നൊക്കെ വിളിച്ചാല് അതൊരു അന്തസ്സല്ലേ. നല്ല വേദന ഉണ്ടല്ലേ? ഭയങ്കര സുഖം. ഞാനിവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സാറിന്റെ ഒരു തമാശ. ആട്ടെ, വെള്ളം വല്ലതും കുടിച്ചോ? ആര് കൊണ്ടു തരാനാണോ? അതെനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ആ രാമകൃഷ്ണന്റെ കടയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്നാം തരം ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് നന്നായി. അപ്പോ എനിക്ക് ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കാമല്ലോ. ഇന്നത്തെ പത്രം കണ്ടോ? മനോരമ കിടക്കണം. മനോരമ തന്നെയല്ല, എല്ലാ മഹാപ്രസിദ്ധീകരണങ്ങളും ഉണ്ട്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും സാറിന്റെ ഫോട്ടോ ഉണ്ട്, പല പോസിലും. ലഘുജീവിതം. അപ്പൊ വിസ്തരിച്ചോളൂ പുറകെ വരുമായിരിക്കും അല്ലേ? വെറുതെ എന്തിനാണോ ഈ പത്രത്തിന്റെ സ്ഥലം കളയാനായിട്ട്? വെറുതെയോ? ഇത്രയും വലിയൊരു മഹാഭാഗ്യം ചരിത്രത്തിൽ. ആരുടെ ഭാഗ്യം, ആരുടെ ചരിത്രം? അല്ല, ഈ ബമ്പർ അടിച്ചത് അത്ര നിസ്സാര കാര്യം? ഈ ബമ്പർ അടിച്ച് എനിക്കോ അതോ എന്റെ ഈ ക്യാൻസറിനോ? ഈ സാറിന്റെ ഒരു കാര്യം. ഈ കിട്ടേന്റെ 10 തനിക്കാണെന്നല്ലോ എന്റെ ആഗ്രഹം. അതിനെന്താ സംശയം? 10 എനിക്ക് തന്നെ, അതും എന്റെ ഭാഗ്യം. 6 കൊല്ലായി ഞാൻ മല ചവിട്ടാൻ തുടങ്ങിയിട്ടേ. 58 വർഷമായി ഞാൻ ക്രിസ്ത്യാനിയായിട്ട്. അട്ടെ സാധൻ, ഈ 6 കൊല്ലം മല ചവിട്ടിയിട്ട് തനിക്കെന്താ കിട്ടിയേ? സാറിന് കിട്ടിയ 10 എനിക്കത് മതി. എനിക്ക് കിട്ടിയത്
ക്യാൻസറാ. എന്ന നാളെ മുതൽ ആമാശം വരെ പഴുത്ത് ചീഞ്ഞിരിക്കാന്നാ പറയണേ. മുറിച്ച് തരട്ടെ അതിന്റെ പകുതി? ഓ, ഈ സാറിന്റെ ഒരു തമാശ. അതേ ചായ വന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. തനിക്ക് വേണ്ടേ? എനിക്ക് ആകാശമുള്ളതാ. കുടിക്കാൻ പറ്റണില്ല അല്ലേ? കൊണ്ടുവച്ചേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ഞാൻ ഇനി സാറിൻ്റെ അടുത്തുനിന്ന് പോണില്ല. സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ബ്രേക്ക് നോളാം. വെറുതെ എന്തിനാണ്? നമ്മൾ തമ്മിൽ ജീവിതത്തിൽ 3 പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളൂ. അതെ, ആ ബന്ധമല്ലേ ഉള്ളൂ. ആ, ആദ്യം ഈ ടിക്കറ്റ് തരാൻ വന്നപ്പോ, പിന്നെ ഈ ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞപ്പോ, പിന്നെ ഈ ഇപ്പോ ഇതിന്റെ കമ്മീഷൻ വരികയുള്ള കാശ് ഇവിടെ ഉണ്ടെന്ന് തനിക്കറിയാം. അത് കിട്ടുന്നവരെ താൻ ഇവിടേക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോ താനും തന്റെ വഴി നോക്കി പോവും. ഇല്ല, ഞാൻ ഇനി ഇവിടെ തന്നെ. വേണ്ട, തനിക്ക് ലോട്ടറി ടിക്കറ്റ് വിൽക്കണ്ടേ? അത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള സമയത്ത് വിട്ടോളാം. നീ അതെ രാമനായരെ, ഈ ടിക്കറ്റ് ഞാൻ തനിക്ക് തരാം. താൻ ബുദ്ധിമുട്ടുണ്ടാ? നേരായി പറയണേ. സത്യ, ഞാൻ എന്തിനാ പറയുന്നത്? എന്നാ ഈ ബുദ്ധി ഇന്നലെ തോന്നിയില്ലല്ലോ. സർവത്ര പത്രങ്ങളിലും ഫോട്ടും ചരിത്രമൊക്കെ വന്നു കഴിഞ്ഞു. അത് ഞാൻ മറന്നുപോയി. ആ, വേണ്ട കാര്യമൊക്കെ മറക്കും. ആട്ടെ, ആ ടിക്കറ്റിന് എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ആഫാൻ്റെ ആക്കും. അല്ല, ഞാൻ ഇതിന്റെ പുറത്ത് ഒപ്പിട്ട് പോയില്ലോ. അത് കുഴപ്പമില്ലാന്ന്. ആ, അതെ, അതാരാ പറഞ്ഞേ? നമ്മുടെ വികാരിച്ചൻ പറഞ്ഞു. ചോദിച്ചാണെങ്കിൽ തുണിയായിരിക്കട്ടെ, വലിയ തിരക്കായിട്ടായിരിക്കും അച്ഛൻ പറഞ്ഞല്ലേ. ആ കൊന്ന് തുടച്ചു കൊടുത്ത അച്ഛന്റെ തിരുവസ്ത്രത്തിന്റെ അഴുക്കാക്കട്ട. നാറ്റാച്ചോ, ഭയങ്കര നാറ്റോ. ഉള്ളു മുഴുവൻ പഴുത്തിരിക്കാന്നാ പറയുന്നത്. ശവം ചെയ്യുന്ന മണ്ണോ. ഡോക്ടർമാരൊക്കെ എന്നെ ഉപേക്ഷിച്ചു. കർത്താവിൽ വിശ്വസിക്കും. വിശ്വസിച്ചോ? എനിക്ക് കർത്താവിനെ വലിയ വിശ്വാസമാണ്. പക്ഷേ എനിക്കതിനേലും കൂടുതൽ വിശ്വാസം ക്യാൻസറിനെയാണ്. കർത്താവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ വളർന്ന് മുറ്റി നിൽക്കണം ഈ ക്യാൻസറിനെ. എനിക്കറിയാം. എൻ്റെ നോവ് കൊണ്ട് ഞാൻ തിരിച്ചറിയാം. ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവം എനിക്ക് സൗഖ്യം തരുമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആശ്വാസം ലഭിക്കും. മതിയച്ചോ, അച്ഛൻ്റെ സുവിശേഷം എനിക്ക് വേണ്ട. അച്ഛൻ വന്ന കാര്യം വേണ്ട. ആ, നമ്മുടെ പള്ളി പുതുക്കി പണിയുകയാണ്, അറിയാമല്ലോ. ഞാൻ അറിഞ്ഞില്ല അച്ഛോ. എന്നെ ആരറിയിക്കാനാ? എന്താ കാര്യം? കഴിഞ്ഞ മാസത്തിൽ തുടങ്ങി. വർഗീസിന്റെ എല്ലാ സഹായങ്ങളും വേണം. എല്ലാ സഹായവും ഉണ്ട് അച്ഛോ. മനസ്സറിഞ്ഞാ സഹായിച്ചോളാം. വർഗീസിന്റെ സംഭാവന എഴുതിക്കോ അച്ഛോ. ഒരു 2 കിലോ ക്യാൻസർ ഞാൻ ചത്തു കഴിയുമ്പോൾ എൻ്റെ ഭദ്രാസന ഇടവകയൊന്ന് മുറിച്ചെടുത്താൽ മതി. ഒരു നാറ്റം കാണും, സാരമില്ല. വർഗീസേ, ചുമ്മാ ഇരിക്കച്ചു. എന്റെ സംഭാവന റെസീറ്റ് ഇല്ലാതെ തന്നെ നേരിട്ട് കർത്താവിനെ ഏൽപ്പിച്ചേക്കാം. ഒരേ വർഗീസേ, ശരീരമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന്റെ നിത്യശാന്തി. എന്റെ ആത്മശാന്തി നിത്യശാന്തിയിലേക്ക് ഞാൻ തന്നെ അങ്ങ് എത്തിച്ചോളാച്ചോ. സമാധാനമായില്ലേ?
വർഗീസ് സാറേ, ആരോ കൂടി വന്നിട്ടുണ്ടല്ലോ. ആ, സാറിന്റെ ഭാര്യ മേരിക്കുട്ടി ടീച്ചർ. ആ, അതെ അതെ അതെ. വാതിലും തുറന്നു കൊടുക്ക. അച്ചോ, അവൾ വളരെ വിഷമിച്ചായിരിക്കും വരണേ അച്ചോ. അവൾ ഒന്ന് ആശ്വസിപ്പിച്ചേക്കണം. ഒരുപാട് നാളായി ഇവിടുന്ന് പോയിട്ട്, 2 മാസമായി. അയ്യോ, എന്റെ അച്ഛോ, എത്ര നാളായി മേരി കൊച്ചേ, നീ വില തല്ലി കൊടുക്കണ്ട. ഇങ്ങേർക്ക് വേണ്ടി ഞാനിനി പോകാത്ത പള്ളികളില്ല അച്ഛോ. അങ്ങ് ഗോവയിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ പള്ളി മുതൽ ഈ പരിമല പള്ളി വരെ ഡോക്ടർമാർ ഉപേക്ഷിച്ചപ്പോ ഇനി ഇനി കർത്താവ് തന്നെ ആശ്രയം ഞാൻ തീരുമാനിച്ചോ. ഇനി കർത്താവ് തന്നെ ആശ്രയം. ശരിയാ. ആ വടക്കേലെ കെട്ടിടത്തില് ഒരാള് താമസിച്ചിരുന്നു. ഒരു കമ്പനി ഏജന്റോ മറ്റോ, ഒരു ഗുസ്തിക്കാരൻ. അവിടെ നിന്നാ ഇവളി സുവിശേഷവും പ്രാർത്ഥനയൊക്കെ പഠിച്ചത്. കമ്പനി ഏജന്റോ ഗുസ്തിക്കാരനൊന്നും അല്ല അച്ഛോ, ഒരു സുവിശേഷ പ്രാസംഗികൻ. എപ്പോഴും പ്രാർത്ഥനയും വായനയും ഒക്കെ തന്നെ. കുട്ടി, നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അല്ല, ഏത് നേരത്തും ഈ പ്രാർത്ഥനയും ജപവും ധ്യാനവും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കും? ഈ തോമസ് കുട്ടിയുടെ കൂടെ ഏതെല്ലാം ഹോട്ടലുകളിലും ലോഡ്ജിലും ഒക്കെ ആയിരുന്നില്ലേ താമസം? സാരമില്ല. അതെ, നീ ഇപ്പൊ എന്താ ഇനി പോന്നേ? അതെ, ഇന്നലത്തെ പത്രത്തിലാണ് നിങ്ങളുടെ ഫോട്ടോ കണ്ടത്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ബാഗ് എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു. ഓ, ഈ തോമസ് കുട്ടി എവിടെ കൊണ്ടാക്കിയേ? കർത്താവിനെ ഓർത്ത് വേദനിപ്പിക്കുന്ന വർത്താനം പറയരുത്. ഇല്ല, ഞാൻ പറഞ്ഞില്ല. കുട്ടിയെ, എനിക്ക് ലോട്ടറി കിട്ടി. ഓ, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. എന്നാ പിന്നെ ഇത് നിനക്ക് കുറെ നേരത്തെ അങ്ങ് പ്രാർത്ഥിക്കാൻ മേലായിരുന്നോ? ഈ ദൈവത്തിന് ഈ പ്രാർത്ഥന മുഴുവൻ കേൾക്കാനുള്ള നേരമുണ്ടോ? ഓരോ ദിവസവും ഓരോരുത്തർ എന്തോരം പ്രാർത്ഥനയാ കൂടുതലാണ്. ഇല്ലേ അച്ചോ? അച്ചോ, ഇതൊന്നും ആരുടെ കുറ്റമല്ല. ദൈവത്തിന് എന്നെ വേണ്ടാണ്ടായി. ദൈവത്തിന് വേണ്ടാണ്ടായപ്പോ മനുഷ്യൻ എന്നെ വേണ്ടാണ്ടായി. എന്റെ മേരിക്കുട്ടിക്ക് എന്നെ വേണ്ടാണ്ടായിട്ട് 6 മാസമായി. എനിക്ക് ദൈവം തമ്പുരാൻ മാത്രം മതി. ശരിയാ, പക്ഷേ അതാൻ രൂപത്തിലുള്ള ദൈവമായിരിക്കണമെന്ന് മാത്രം. കർത്താവേ, അതാ തോമസ് കുട്ടി. എന്റെ കർത്താവേ, ഞാൻ ഇനി ഇതും കേൾക്കണമല്ലോ. നീ അലറണ്ട. ആ ലോട്ടറി ടിക്കറ്റ് ഞാൻ നിനക്ക് തരാം. എനിക്കറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. പക്ഷേ നല്ലൊരു തുക അച്ഛന് പള്ളി വേണ്ടി ഞാൻ കൊടുക്കണം. എന്റെ കമ്മീഷൻ അതൊരു 100, 10, 50 എത്രയാന്ന് വെച്ചാ നമുക്ക് കൊടുക്കാന്നേ. മതി, ധാരാളം മതി. കാരണം കർത്താവായിട്ട് കൂടുതൽ അടുപ്പം നിനക്കാണല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ആ, ഇരിക്കച്ചോ, പോവല്ലേ? നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനില്ലേ? അതാ വേറെ ആരോ ഉണ്ടല്ലോ. ആ, ഇനിയിപ്പോ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മളെ പഴയ മെമ്പറാ. എന്താ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരണേ? എന്താന്ന് വെച്ചാലേ അല്ലേ, ആ, താനാ കാരണം. ഞാനോ? നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ആ, ഞാൻ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കില്ലേ, ആ, അതിന്റെ പ്രസിഡന്റാ. ഞാൻ ഗീവർഗീസ്, ക്യാൻസറാ. ഇതെന്റെ കെട്ടിയോള് ഏജന്റ് അച്ഛൻ. അന്റെ ഉദാശമുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അച്ഛനെ നേരത്തെ വിളിച്ചു വരുത്തിയതാ. ഇവരൊക്കെ എന്റെ അഭ്യുദയകാംക്ഷികളാ. ഭാഗ്യവാൻ. ആ, ഭാഗ്യവാൻ. ഇപ്പൊ ആരുമില്ലാത്ത സമയത്ത് ഇത്രയും കൂടെ സഹകരിക്കാനുള്ള ആളുകൾ ഉണ്ടായതേ വലിയൊരു ഭാഗ്യം തന്നെയാ. പിന്നെ അപ്പോഴേ ആ, ഞാൻ ലോട്ടറി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അറിഞ്ഞോ? ആ. കള്ളൻ. എന്നിട്ട് ഞാൻ നമ്മുടെ
ബാങ്ക് വഴി ആ എല്ലാ ഇടപാടുകളും കൂടി ചെയ്യാം. ഓ എൻ്റെ പൊന്നെ, ഇത് തന്നെ ഈ വരണവര് പറയുന്നത് എന്നോട് എല്ലാ ഇടപാടും ചെയ്തു തരാന്ന് പറയുന്നത്. എന്നിട്ട് വല്ലവർക്കും വാക്ക് കൊടുത്തോ? ഏയ്, ഇങ്ങനെ വാക്ക് കൊടുക്കാൻ പറ്റുമോ? കോടിക്കണക്കിന് രൂപയുടെ കാര്യമല്ലേ, വാക്ക് കൊടുക്കാൻ പറ്റൂല. ഓ, ഉള്ളിലിരുന്ന് 1000 കടിമ്പൂത്ത കരിക്ക് വലിക്കുക, പച്ച ഇറച്ചി. അതെ, അത് സാരമില്ല. നമുക്ക് ബാങ്കിൽ കൂടെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നടത്താം. മതി, ധാരാളം മതി. പക്ഷേ ഈ തൂക്കേടിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാ പറയുന്നത്. മരുന്ന് കണ്ടുപിടിക്കുന്നവർക്ക് വലിയൊരു തുക സംഭാവനയായിട്ട് കിട്ടുന്നു. ശാസ്ത്രം പുരോഗമിക്കല്ലേ, പിന്നെ എന്താ സംഭവിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല. ഈ എഡിസൺ എന്ന് പറഞ്ഞ സായിപ്പ് ഈ ഇലക്ട്രിക് ബൾബ് ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് 1000 നാരുകൾ പരീക്ഷിച്ചു എന്നാ പറയുന്നത്. മുടിനാരള വരെ. അവസാനം ഒരു ചെമ്പ് കമ്പി എടുത്ത് കത്തിച്ചു, വിളക്കം കത്തി. ശാസ്ത്രം പുരോഗമിക്കുക. മുമ്പേ TV എന്നൊരു അസുഖം ഉണ്ടായിരുന്നു, അത് വന്ന അപ്പം മരിക്കുന്ന പറയണേ. ഇപ്പൊ ആ സാമാനം ഉണ്ടോ? ആ അസുഖം ഉണ്ടോ ഇപ്പൊ? ശരിയാ. അതേപോലെ ഇതും കുറെ കഴിയുമ്പോ ഇല്ലാതെ വരും. അപ്പൊ പിന്നെ വരണം. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഈ സൂചിച്ചാലും കേൾക്കാൻ നേരമില്ല കേട്ടോ. എന്താ ജോലിക്ക് പോവാ? ഒരു വീഡിയോ ഞാൻ തരാം. അതെ, സിഗരറ്റ് ഉണ്ടല്ലോ. തീർട്ടുണ്ട്. തനിക്ക് വേണോ? ഞാൻ സിഗരറ്റ് കഴിക്കില്ല. ഞാൻ കത്തിച്ചു തരാം. ഞാൻ ഈ ടിക്കറ്റിൻ്റെ പുറത്ത് ഒപ്പിട്ടു. ഞാനിന്ന് കാണട്ടെ. മേരിക്കുട്ടി, നിനക്ക് നിന്റെ ആയുസ് മുഴുവൻ സുഖമായിട്ട് ജീവിക്കണ്ടേ? കാശ് വേണ്ടേ? അച്ചോ, പള്ളിപണിക്ക് വലിയൊരു തുക സംഭാവന വേണ്ടേ? പോസ്റ്റ് ക്യാൻവാസ് ചെയ്ത് തനിക്ക് കഴിച്ചുണ്ടാക്കണ്ടേ? രാമനായരെ, തനിക്ക് ജീവിക്കണ്ടേ? ഞാൻ ഈ ടിക്കറ്റ് കത്തിക്കാൻ പോവുക. ഇത് കരിഞ്ഞ ചാരം എൻ്റെ ക്യാൻസറിനൊരു മരുന്നാവെങ്കിൽ അത് സംഭവിക്കട്ടെ. അയ്യോ, എല്ലാം നശിപ്പിച്ചു.